16-ാം കേരള നിയമസഭയിലെ എംഎൽഎമാർ സത്യപ്രതിജ്ഞ ചെയ്തു. പ്രോടൈം സ്പീക്കറായ ജി സുധാകരനാണ് അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. അക്ഷരമാല ക്രമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. ഫിഷറീസ് മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂറാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതുപോലെ പിതാവിന്റെ പേരായ വടശ്ശേരി ദാമോദരമേനോൻ എന്ന് ചേർത്താണ് എംഎൽഎയായി വി ഡി സതീശൻ പ്രതിജ്ഞ ചൊല്ലിയത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സഗൗരവമാണ് എംഎൽഎയായി സത്യവാചകം ചൊല്ലിയത്. തുടർന്ന് സ്പീക്കറുടെ ഡയസിലെത്തി പ്രോടൈം സ്പീക്കർ ജി സുധാകരന് ഹസ്തദാനം ചെയ്തു. സത്യവാചകത്തിന് അവസാനം ആലുവക്കാർക്ക് നന്ദി രേഖപ്പെടുത്തുന്നുവെന്നായിരുന്നു അൻവർ സാദത്തിന്റെ പരാമർശം. കന്നഡ ഭാഷയിലാണ് മഞ്ചേശ്വരം എംഎൽഎ എ.കെ. അഷ്റഫ് സത്യപ്രതിജ്ഞ ചൊല്ലിയത്. ദേവികുളം എംഎൽഎ എഫ് രാജ തമിഴിലും പ്രതിജ്ഞ ചെയ്തു. 6 പേർ ഇംഗ്ലീഷിലാണ് സത്യവാചകം ചൊല്ലിയത്. ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോ പതിച്ച ടീഷർട്ട് ധരിച്ചാണ് ചാണ്ടി ഉമ്മൻ സത്യപ്രതിജ്ഞയ്ക്കെത്തിയത്. തളിപ്പറമ്പിൽ നിന്ന് CPM-നോട് തെറ്റിപ്പിരിഞ്ഞ് UDF സ്ഥാനാർത്ഥിയെ മത്സരിച്ച് വിജയിച്ച TK ഗോവിന്ദൻ പിണറായി വിജയനെ കൈകൊടുത്തുകൊണ്ടാണ് പ്രതിജ്ഞ ചൊല്ലാനെത്തിയത്. പയ്യന്നൂരിൽ നിന്ന് വിജയിച്ച CPM വിമതൻ വി കുഞ്ഞികൃഷ്ണനും പിണറായിയെ അഭിവാദ്യം ചെയ്തു. ഭരണഘടന ഉയർത്തിപ്പിടിച്ചായിരുന്നു സന്ദീപ് വാര്യരുടെ സത്യപ്രതിജ്ഞ. ജില്ലയിൽ നിന്നും തൃശൂർ, രാജൻ പല്ലൻ, ഒല്ലൂർ, കെ രാജൻ, നാട്ടിക, ഗീതാ ഗോപി, കയ്പമംഗലം KK വത്സരാജ്, കൊടുങ്ങല്ലൂർ OJ ജനീഷ്, ചാലക്കുടി സനീഷ് കുമാർ ജോസഫ്, പുതുക്കാട് KK രാമചന്ദ്രൻ, ചേലക്കര UR പ്രദീപ്, ഇരിങ്ങാലക്കുട തോമസ് ഉണ്ണിയാടൻ, കുന്നംകുളം AC മൊയ്തീൻ, മണലൂർ C രവീന്ദ്രനാഥ്, ഗുരുവായൂർ NK അക്ബർ എന്നിവർ സത്യപ്രതിജ്ഞ ചെയ്തു. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പിള്ളിയാണ് അവസാനം സത്യപ്രതിജ്ഞ ചെയ്തത്. ന്യൂസ് ഡെസ്ക് TCV.